നമ്മുടെ കർത്താവും ലോകരക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പൗരുഷൻ ഒരുക്കുന്ന വിശ്വാസ ജീവിതം വിജയകരമാകുവാൻ യാക്കോബിൻ്റെ ലേഖനം ഒരു പഠനമെന്ന അനുഗ്രഹീതമായ പഠന പരമ്പരയിലേക്ക് ലോകമെങ്ങുമുള്ള പൗരുഷൻ പ്രേക്ഷകരെ വളരെ സ്നേഹത്തോടെ, വളരെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം എല്ലാവർക്കും വളരെ വിനയത്തോടെ സ്നേഹ വന്ദനവും അറിയിക്കുകയാണ്. ഇന്നലെ നമ്മൾ പഠിച്ചത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ചത്തതാണ്, അത് നിഷ്ഫലമാണ്, അതുപോലെ തന്നെ അത് ശവതുല്യമാണ് എന്ന് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്നാൽ പ്രവൃത്തിയിലൂടെ വിശ്വാസം വെളിപ്പെടുത്തിയ അനുഗ്രഹീതരായ രണ്ടു പേരെ പറ്റി നമ്മൾ ഓർക്കുകയുണ്ടായി. ഒന്ന് അബ്രഹാം, മറ്റൊന്ന് രാഹാബ്. അവരുടെ പ്രവൃത്തിയോടൊപ്പം വിശ്വാസം വ്യാപരിച്ചത് മുഖാന്തരം ദൈവത്തിന് വേണ്ടി ഫലകരമായി പല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്ന് നാം ഇന്നലെ ചിന്തിച്ചു. ഇന്ന് നമുക്ക് 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. പ്രാരംഭമായി 3-ാം അധ്യായം 1-ാം വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്ന് അറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ഇന്ന് വായിച്ച വാക്യത്തിൽ ഉപദേഷ്ടാക്കന്മാരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഉപദേഷ്ടാക്കന്മാരെ പറ്റി ചില കാര്യങ്ങൾ പഠിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നത്? അല്ലെങ്കിൽ അവരെ നിയമിക്കുന്നത് ആരാണ്? അവർക്ക് വ്യത്യസ്തമായ ചില പേരുകളുണ്ട്, അതെന്തൊക്കെയാണ്? അവരുടെ ശുശ്രൂഷ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നാം വായിച്ചു തുടങ്ങിയപ്പോൾ കണ്ട ഒരു കാര്യമുണ്ട്. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത് എന്നാണ്. ഉപദേഷ്ടാക്കന്മാരാവശ്യമാണ്. പക്ഷേ ഉപദേഷ്ടാക്കന്മാർക്ക് കൂടുതൽ സ്ട്രിക്റ്റായിട്ടുള്ള ന്യായവിധി ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കർത്താവിൻ്റെ പഠിപ്പിക്കലുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഈ ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്നത് പ്രസംഗം ഒരു വഴിക്ക്, ജീവിതം മറ്റൊരു വഴിക്ക്, അങ്ങനെയാണ്. പ്രസംഗിക്കുന്ന പോലെ ജീവിക്കുന്നവർ വളരെ കുറച്ച് പേരാണ്. അധികം പേർക്ക് പ്രസംഗം മാത്രമേ ഉള്ളൂ. അതാണ് ലോകത്തിൻ്റെ ഒരു സാധാരണ സ്ഥിതി. എന്നാൽ ചിലരെങ്കിലും പ്രസംഗിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നവർ, ജീവിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് സമൂഹത്തിൽ നല്ല അഭിപ്രായമാണ്. അങ്ങനെ വേണ്ടതും ആണ്. എന്നാൽ ബൈബിൾ കുറെ കൂടെ മുൻപോട്ട് പോയാണ് കാര്യങ്ങൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് പ്രസംഗിക്കുന്നത് പോലെ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ശരിയായ രീതി പ്രവർത്തിക്കുന്നത് പോലെ മാത്രം പ്രസംഗിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കർത്താവ് അങ്ങനെയായിരുന്നു, കർത്താവിൻ്റെ ശിഷ്യന്മാർ അങ്ങനെയായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയുണ്ടായി. അതാണ് ഒരു കാരണം ഇവിടെ പറയുന്നത്. അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. കാരണം പ്രവർത്തിക്കുന്നത് പോലെ പ്രസംഗിക്കാൻ കഴിയണം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വളരെ പ്രാർത്ഥന ആവശ്യമാണ്, വലിയ പരിശ്രമം ആവശ്യമാണ്. അതാണ് ഒരു കാരണം. അധികം പേര് ഉപദേഷ്ടാക്കന്മാരാകരുതെന്ന് പറയാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ഈ 1-ാം നൂറ്റാണ്ടിൽ ഉപദേഷ്ടാവെന്ന് പറയുന്നത് വലിയ ബഹുമാനമുള്ള ഒരു പദവിയാണ്. ഇന്നും കുറേയൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാൽ അന്ന് ഇന്നത്തെ പോലെ അല്ല. അന്ന് ബൈബിൾ തന്നെ സുലഭമല്ല. നമുക്ക് ആവശ്യാനുസരണം ബൈബിൾ ലഭിക്കുന്നില്ല. അത് നോക്കി പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല. തന്നെയുമല്ല, എഴുത്തും വായനയും അറിയാവുന്നവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ കഴിയുന്നവരെന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം ലഭിക്കുന്ന ഒരു
ഒരു ശുശ്രൂഷ ആയതുകൊണ്ട് അത് ആ താല്പര്യത്തിലൊക്കെ ഒരുപാട് പേര് പ്രസംഗിക്കാൻ അല്ലെങ്കിൽ ഉപദേശിക്കാനൊക്കെ ഉപദേഷ്ടാക്കന്മാരായിട്ട് വരാനൊക്കെ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആരും വരാൻ പാടില്ല. നമ്മളിനി അടുത്ത് ചിന്തിക്കാൻ പോകുന്നത് അതാണ്. ഇവരെ നിയമിക്കുന്നതാണ്. ആരാണ് നിയമിക്കുന്നതൊക്കെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇവർ നിയമിക്കപ്പെടണം. അല്ലാതെ അവർക്കായിട്ട് ആർക്കെങ്കിലും കുറച്ച് കാര്യങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് ഇനി വന്ന് പഠിപ്പിക്കാനുള്ള അവകാശമൊന്നും ദൈവവചനത്തിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അധികം പേര് ഉപദേഷ്ടാക്കന്മാരാകാനായിട്ട് ശ്രമിച്ചു വരണ്ട. ദൈവം നിയമിക്കുന്നവർ ആ ശുശ്രൂഷ ചെയ്താൽ മതി എന്ന ആലോചനയാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചിന്തിക്കാം. ആരാണ് ഇവർ? ഈ ഉപദേഷ്ടാക്കന്മാർ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. അതിനായിട്ട് ഞാനൊരു വാക്യം ഒന്ന് ഓർമ്മിപ്പിക്കാം. നോക്കി അത് വായിക്കുന്നില്ല, വേറെ എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ ആ വാക്യം അങ്ങ് പറയാം എന്ന് വിചാരിക്കുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിക്കുന്നു. അവൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്പം മുകളിൽ നിന്ന്, ചില വാക്യങ്ങൾ മുകളിൽ നിന്ന് വായിക്കാമെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കുക, 4 കൂട്ടം ആൾക്കാരെ പറ്റിയാണ് അവിടെ പറയുന്നത്. ചിലരെ അപ്പോസ്തലന്മാർ, ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തേത് ചിലരെ പ്രവാചകന്മാരായി നിയമിക്കുന്നു, 2. മൂന്നാമത്തേത് ചിലരെ സുവിശേഷകന്മാരായി നിയമിക്കുന്നു, സുവിശേഷകന്മാരെന്ന ഒരു ഗ്രൂപ്പ്. 4-മത് ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും, അത് ഒരു ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. ഇടയന്മാരെന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ സാധാരണ അതിൻ്റെ ഇംഗ്ലീഷാണ് എപ്പോഴും പറയുന്നത് പാസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ പാസ്റ്റേഴ്സും ഉപദേഷ്ടാക്കന്മാരും ഒന്ന് തന്നെയാണ്. ഉപദേഷ്ടാക്കന്മാർ എന്നുള്ള ടീച്ചേഴ്സ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയുന്നതാണ്. അത് ഒരു ഗ്രൂപ്പ് തന്നെയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് അവർ പാസ്റ്റേഴ്സ് തന്നെ ആണ്. ഇനി അതല്ല, പാസ്റ്റേഴ്സ് അല്ല, വേറൊരു കൂട്ടരാണ് ആയിരുന്നു എങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? ചിലരെ ഇടയന്മാരായും പിന്നെ ചിലരെ ഉപദേഷ്ടാക്കന്മാരായെന്നും പറയുമായിരുന്നു. അങ്ങനെയല്ലല്ലോ. മുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 2 കൂട്ടരെയും ഒരു ഗ്രൂപ്പിലാണ്. അതുകൊണ്ട് പാസ്റ്റേഴ്സ് തന്നെയാണ് ഉപദേഷ്ടാക്കന്മാർ എന്ന് നമ്മൾ അറിയണം. അതാണ് ഒന്നാമതായിട്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ അങ്ങ് ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ദൈവം അനുവദിക്കുന്നില്ല. നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് ഉപദേശിമാരുണ്ട്. ഉപദേശിമാരെന്ന് വെച്ചാൽ ഉപദേശിക്കുന്നവരുണ്ട്. അവർ പ്രത്യേകിച്ച് ആരും നിയമിച്ചിട്ടൊന്നുമല്ല. അവർക്കറിയാവുന്ന അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉപദേശിക്കുന്നവരായിട്ടാണ് നമ്മൾ ലോകത്തിൽ കാണുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കണമെങ്കിൽ, അത് ഉപദേഷ്ടാവാകണമെങ്കിൽ അത് പാസ്റ്റേഴ്സ് തന്നെയാണ്. ഇനി ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് ഇവരെ ആരാണ് നിയമിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഇടയന്മാരെ അഥവാ ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നത് ആരാണ്? അപ്പോസ്തലന്മാരെ ആയാലും പ്രവാചകന്മാരെ ആയാലും പാസ്റ്റേഴ്സിനെ ആയാലും ഉപദേഷ്ടാക്കന്മാരെ ആയാലും സുവിശേഷകന്മാരെ ആയാലും ഇവരെ ആരാണ് നിയമിക്കുന്നത്? നമ്മൾ ഇവിടെ കണ്ടു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ ചിലരെ എന്നതിന് എൻ്റെ അർത്ഥം യേശുക്രിസ്തുവാണ് ഇവരെ നിയമിക്കുന്നത് എന്നുള്ളതാണ്. ഇനി മറ്റ് ചില വാക്യങ്ങളൂടെ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 28-ാം വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. അത് ഞാൻ വായിച്ച് തന്നെ കേൾപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. 1 കൊരിന്ത്യർ 12:28. ദൈവം സഭയിൽ 1-മത് അപ്പോസ്തലന്മാർ, 2-മത് പ്രവാചകന്മാർ, 3-മത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും. ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും ആരാ? ദൈവം. അപ്പൊ ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നത് ആരാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത് പിതാവായ ദൈവമാണ്. എഫേസ്യ ലേഖനത്തിൽ നമ്മൾ കണ്ടത് കർത്താവായ യേശുക്രിസ്തുവാണ് നിയമിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ വായിച്ചത് 1 കൊരിന്ത്യർ 12:28 വായിക്കുന്നത് പാസ്റ്റേഴ്സിനെ അഥവാ ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നത് പിതാവായ ദൈവമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഒരു വാക്യം കൂടെ നോക്കാം. അത്
അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 28-ാം വാക്യം. അത് ഞാൻ വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടത്തെ മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ആക്കി വെക്കുന്നത് എന്നാണ്. നോക്കുക, എഫേസ് ലേഖനത്തിൽ യേശുക്രിസ്തുവാണെന്ന് പറഞ്ഞു. 1 കൊരിന്ത്യർ 12-ാം അധ്യായം നമ്മൾ വായിച്ചപ്പോൾ അത് പിതാവായ ദൈവമാണെന്ന് നമ്മൾ കണ്ടു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവാണ് എന്നാണ്. അതിമനോഹരമായ ആലോചനയാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഉപദേഷ്ടാക്കന്മാരെ അഥവാ പാസ്റ്റേഴ്സിന്, ഇടയന്മാരെ നിയമിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെയാണ്. ത്രിയേക ദൈവമാണ് അവരെ നിയമിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ പറ്റൂ. സ്വന്തം താല്പര്യപ്രകാരം കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് വന്ന് നമുക്ക് ഉപദേശിക്കാനുള്ള അനുവാദം ബൈബിൾ തരുന്നില്ല, ദൈവം തരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. ദൈവീക നിയോഗമാണത്, ദൈവീക നിയമനമാണത്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഉപദേഷ്ടാക്കന്മാരോടാണ് ആദ്യം 1-2 കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവം തരുന്ന വലിയൊരു, ത്രിയേക ദൈവം തരുന്ന വലിയൊരു നിയമനം എന്ന നിലയിൽ ഈ ശുശ്രൂഷയെ നമ്മൾ ഒട്ടും വില കുറച്ച് കാണരുത്. അതിൻ്റെ എല്ലാ ഗൗരവം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് ദൈവീക നിയമിക്കലാകയാൽ അത് വളരെ ഗൗരവത്തോടെ കർത്താവ് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം എന്ന നിലയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണം. അതുപോലെ തന്നെ വചനം കേൾക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ദൈവം നിയമിച്ചവരാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം സൗമ്യതയോടെ സ്വീകരിക്കാനിടയായി തരണം. ആ സൗമ്യതയുടെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടല്ലോ, ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല. സന്തോഷത്തോടെ, ഉത്സാഹത്തോടെ, അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ എന്നോട് സംസാരിക്കണമേ എന്ന ചിന്തയോടുകൂടെ വേണം കേൾക്കാൻ. ഒക്കെ നമ്മൾ ഓർത്ത കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 കാര്യങ്ങൾ ചിന്തിച്ചു. ഒന്ന്, ആരാണ് ഉപദേഷ്ടാക്കന്മാർ? പാസ്റ്റേഴ്സ് തന്നെയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, ആരാണ് ഉപദേഷ്ടാക്കന്മാരെ നിയമിക്കുന്നത്? നമ്മൾ കണ്ടു, ത്രിയേക ദൈവമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെയാണ് നിയമിക്കുന്നത് എന്നുള്ളതിനാൽ അത് വലിയ വിലയേറിയ ഒരു ശുശ്രൂഷയാണ്. അതിൻ്റെ ഗൗരവം ശുശ്രൂഷിക്കുന്നവർക്കും ആ ശുശ്രൂഷ അനുഭവിക്കുന്നവർക്കും ഉണ്ടാകണമെന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ ഉപദേഷ്ടാക്കന്മാർക്ക് മറ്റ് ചില പേരുകൾ കൂടെ ഉണ്ട്. ഉപദേഷ്ടാക്കന്മാരാണ്, അപ്പോൾ തന്നെ മറ്റ് ചില പേരുകളുണ്ട്. അതിൽ ഒന്ന് നമുക്കിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എഫേസ് ലേഖനം 4:11 നിന്ന് നമ്മൾ ഓർക്കുണ്ടായി, പാസ്റ്റേഴ്സ് തന്നെ, ഇടയന്മാർ തന്നെയാണ് ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ആ കാര്യം മനസ്സിലായി. ഉപദേഷ്ടാക്കന്മാർക്ക് മറ്റൊരു പേരുണ്ട്, ആ പേര് ഇടയന്മാരെന്നാണ്, അഥവാ പാസ്റ്റേഴ്സ് എന്നാണ് എന്നുള്ളത്. ഇനി നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തിയിലെ വാക്യം നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ മറ്റ് 2 പേരുകൾ കൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു പേര് അവിടെ നമുക്ക് കാണാൻ കഴിയും. അതെന്താന്ന് നമുക്ക് നോക്കാം. ഞാൻ വീണ്ടും ആ വാക്യം വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 20:28. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുന്നത് ഇടയന്മാരാണല്ലോ, അപ്പോൾ അത് പാസ്റ്റേഴ്സാണ്. മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അധ്യക്ഷൻ അഥവാ ബിഷപ്പ് എന്നൊരു പേരും കൂടെ ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഞാൻ ആ വാക്യം വായിക്കുന്നില്ല, പിന്നീട് നമുക്ക് ആവശ്യം വന്നാൽ നമുക്ക് വായിക്കാം. അവിടെ മൂപ്പന്മാർ അഥവാ എൽഡേഴ്സ് എന്ന് വരെ വിളിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മൂപ്പന്മാർ അഥവാ എൽഡേഴ്സ് എന്നും ഒരു പേരുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഉപദേഷ്ടാക്കന്മാർക്ക് മറ്റ് ചില പേരുകൾ കൂടെ ഉണ്ട്. അതൊന്ന് പാസ്റ്റർ, മറ്റൊന്ന് എൽഡർ അഥവാ മൂപ്പൻ, മറ്റൊന്ന് ബിഷപ്പ് അഥവാ അധ്യക്ഷൻ. ഈ പേരുകളൊക്കെ വ്യത്യസ്തമായ ശുശ്രൂഷയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നില്ല. കാരണം നമുക്ക് ഉപദേഷ്ടാക്കന്മാരെന്നുള്ളതാണല്ലോ ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് അവരാരാണ്? അവർ പാസ്റ്റേഴ്സ് തന്നെയാണ്. 2, അവരെ നിയമിക്കുന്നത് ആരാണ്? ത്രിയേക ദൈവമാണ് അവരെ നിയമിക്കുന്നത്.
മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് അവർക്ക് മറ്റ് ചില പേരുകൾ കൂടെ ഉണ്ട് ഉപദേഷ്ടാക്കന്മാർക്ക്. ഏതൊക്കെയാണ്? പാസ്റ്റേഴ്സ് എന്നൊരു പേരുണ്ട്, എൽഡേഴ്സ് എന്നൊരു പേരുണ്ട്, ബിഷപ്സ് എന്നൊരു പേരുണ്ട് എന്ന് നമ്മൾ ഓർത്തു. അതൊക്കെ വ്യത്യസ്തമായ അവരുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ചിന്തിക്കുന്നത് എന്താ ഇവരുടെ ശുശ്രൂഷ? അത് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, ഇല്ലേ? ഉപദേഷ്ടാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ശുശ്രൂഷ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് അവർ പഠിപ്പിക്കേണ്ടത് എന്ന കാര്യം നമുക്കൊന്ന് ഓർക്കാം. അവർ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്, പക്ഷെ ആ പഠിപ്പിക്കുന്നതിൽ അവർ ശ്രദ്ധിക്കേണ്ട, അല്ലെ അവരെങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കൂടെ നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് തീമത്യോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. 1 തീമത്യോസ് 5:17. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, മൂപ്പന്മാരെന്നും ഇവരെ വിളിക്കും. എൽഡേഴ്സ് അഥവാ മൂപ്പന്മാരെന്നും ഇവർക്കൊരു പേര് ഉണ്ട് എന്ന് നമ്മൾ ഓർത്തു. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപദേഷ്ടാക്കന്മാർ തന്നെയാണ് മൂപ്പന്മാർ, അല്ലെ മൂപ്പന്മാർ തന്നെയാണ് ഉപദേഷ്ടാക്കന്മാർ. അവരെന്താ ചെയ്യുന്നു നോക്കിയേ? വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെന്നാണ് പറയുന്നത്. ദൈവവചനം പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് വളരെ ലളിതമായ ഒരു കാര്യമല്ല. അതിൻ്റെ പിൻപിൽ വലിയ അധ്വാനമുണ്ട് എന്നുള്ളതാണ്. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നത് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ദൈവവചന പഠനം വളരെ അധ്വാനമുള്ളതാണ് എന്നുള്ളതാണ്. ചിലപ്പോൾ പല രാത്രികളും ഉറങ്ങാൻ തന്നെ പറ്റുകയില്ല. ശുശ്രൂഷയുടെ ആ ഗൗരവം ഓർത്തുറക്കം വരാതിരിക്കും. അതുപോലെ തന്നെ ചാടി എണ്ണീറ്റ് പിന്നെ പോയി പെട്ടെന്ന് ഉറക്കമൊക്കെ വിട്ട് എഴുന്നേറ്റ് പോയി ദൈവവചനത്തിന് മുൻപാകെ പ്രാർത്ഥനയോടെ ഇരിക്കും. നമ്മൾ പഠിക്കണമെങ്കിൽ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാർ എന്ന വിഷയം പഠിക്കുന്നത് ഓരോരുത്തർ വ്യത്യസ്തമായ നിലയിലായിരിക്കും പഠിക്കുന്നത്. ഞാൻ സാധാരണ എങ്ങനെ ചെയ്യുന്നതെന്ന് 1-2 വാക്കുകളിൽ പറയുന്നത് നന്നായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരെ പറ്റിയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് കണ്ടു കഴിയുമ്പോൾ ആ വാക്യം വായിച്ച് ഇതിൽ നിന്നാണല്ലോ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ തിരുവെഴുത്തിൽ ഉപദേഷ്ടാക്കന്മാരെ പറ്റി എവിടെയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആ വാക്യങ്ങളെല്ലാം കളക്ട് ചെയ്യണം. അതിനുശേഷം വാക്യങ്ങളുടെയൊക്കെ അർത്ഥവും ആശയവും ഒക്കെ മനസ്സിലാക്കണം. അതിനുശേഷം അതിൽ നമ്മുടെ ഇന്നത്തെ വേദഭാഗത്തിന് ഏതൊക്കെയാണ് അത്യാവശ്യമുള്ളതെന്ന് കണ്ടെത്തണം. അത് പിന്നെ ഓർഡറാക്കണം, ഒന്ന് ക്രമീകരിക്കണം. ഇതിന് ഒരുപാട് സമയമെടുക്കും. ഇതിങ്ങനെ അതിൻ്റെ അർത്ഥവും ആശയവും മനസ്സിലാക്കി ഇന്നത്തേക്ക് ചേരുന്നത് ഏതൊക്കെയാണ് അതിനെ പിന്നെ ഒന്ന് ഓർഡറിൽ 1 by 1 ആയിട്ട് ഓർഡറിലൊക്കെ ഒന്ന് ആക്കി അങ്ങനെ വേണം പഠിപ്പിക്കുവാൻ. പിന്നെ അത്രയും സമയം, എത്ര സമയം പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നു അത്രയും സമയം പ്രാർത്ഥനയ്ക്കും വേണം. അങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. മണിക്കൂറുകൾ വേണം. സാധാരണ ഇപ്പം നമ്മൾ ഈ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഏകദേശം 30 മിനിറ്റിനോട് അടുത്ത് വരുന്ന ഒരു ശുശ്രൂഷയാണ്. ഒരു 8 മണിക്കൂറെങ്കിലും ഇതിന് വേർതിരിച്ചെങ്കിലേ ഒരു മെസ്സേജ് പ്രിപ്പയർ ആകുകയുള്ളൂ. അത് പുതുതായിട്ട് പഠിക്കുന്നതല്ല. പല നാളുകൾ ഈ ഭാഗങ്ങളൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് പുതുതായിട്ടൊരു ഭാഗം പഠിപ്പിക്കാനാണെങ്കിൽ ഒരു 10-50 മണിക്കൂർ മിനിമം വേണം. എങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ദൈവം നിയോഗിച്ചതെന്നുള്ള ഉത്തരവാദിത്വത്തിൽ നമുക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വലിയൊരു ഘനമേറിയ ശുശ്രൂഷയാണ് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ കണ്ടല്ലോ, ഉപദേശത്തിലും വചനത്തിലും അധ്വാനിക്കണം. ഞാൻ അത് പറഞ്ഞ് മുൻപോട്ട് പോകാം. മറ്റൊരു വാക്യത്തിൻ്റെ അത്യാവശ്യമുള്ളൊരു ഭാഗം മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാം. തീമത്യോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം തന്നെയാണ്, 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ആ വാക്യം മുഴുവൻ പറയുന്നില്ല, നമുക്ക് ആവശ്യമുള്ള ഒരു ഭാഗം മാത്രം. ആ 2-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ഇങ്ങനെ ഒരു പ്രത്യേക പ്രയോഗമുണ്ട്, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം എന്ന്. അവിടെ എൽഡേഴ്സിനെ പറ്റി പറഞ്ഞു വരുമ്പോഴാണ്, അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞു വരുമ്പോഴാണ് അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഓർത്തു പാസ്റ്റേഴ്സ് ഉപദേഷ്ടാവും കൂടെയാണ് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? ഉപദേശിപ്പാൻ സമർത്ഥനം എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ളതിൻ്റെ അർത്ഥം ഈ പഠിപ്പിക്കുന്നത് കേൾക്കുന്നവർക്ക് മനസ്സിലാകണം എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്. നമുക്ക് ആ ഭാഷ, സാഹിത്യ ഭാഷയിൽ സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ പ്രാസം വെച്ച് സംസാരിക്കണമെന്നോ അതൊക്കെ കഴിയുന്നവരതൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന ആർക്കും
വചന പരിജ്ഞാനമുള്ളവർക്കും അധികം പരിജ്ഞാനമില്ലാത്തവർക്കും ഒക്കെ മനസ്സിലാകണം. അതാണ് ആ സമർത്ഥൻ, പഠിപ്പിക്കാൻ ഉപദേശിപ്പാൻ സമർത്ഥൻ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വേണമല്ലോ. ചില മെസ്സേജുകൾ ചിലപ്പോൾ കേട്ടാൽ നമുക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടാതെ പോകുന്നുണ്ട്. അയ്യോ, അങ്ങനെ വരരുത്. ഏറ്റവും ലളിതമായി എല്ലാവർക്കും മനസ്സിലാകണം. അതാണ് സമർത്ഥൻ എന്നുള്ളതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ മറ്റൊരു വാക്യം കാണിക്കാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 4-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 6:4. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഉറ്റിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം പരിശ്രമിക്കുക എന്നാണ്. അപ്പോൾ ദൈവവചനം ശുശ്രൂഷിക്കുന്നവർ പ്രാർത്ഥനയിലും അതുപോലെ ആ വചനം ശുശ്രൂഷിക്കുന്നതിലും അങ്ങേയറ്റം പരിശ്രമിക്കുക, അങ്ങേയറ്റം അധ്വാനിക്കുന്നവരായിരിക്കണം എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓർക്ക് ഉപദേഷ്ടാവായിരിക്കുക എന്ന് പറയുന്നത് ദൈവം ഏൽപ്പിക്കുന്ന ശുശ്രൂഷയാണ്. അത് നിസ്സാരമായി ലളിതമായി കാണാൻ പറ്റുകയില്ല. വളരെ കഠിനാധ്വാനമുള്ളതാണ് എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനിയും ഞാൻ പഴയ നിയമത്തിൽ നിന്നൂടെ ഒരു വാക്യം കാണിക്കാം എന്ന് വിചാരിക്കുന്നു. എസെക്കിയേൽ പ്രവചനം 3-ാം അധ്യായം 17-ാം വാക്യം. അതിൻ്റെ 2-ാം ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. ആ വാക്യം മുഴുവൻ വായിക്കുന്നില്ല, എൻ്റെ 2-ാം ഭാഗം. അവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്: നീ എൻ്റെ വായിൽ നിന്ന് കേട്ട് എൻ്റെ നാമത്തിൽ അവരെ പ്രബോധിപ്പിക്കണം. പ്രവാചകന്മാരൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ആ പ്രാപിക്കുന്നതാണ് മറ്റുള്ളവരെ അറിയിക്കുന്നത്. സ്വന്തമായി ഒന്നും പറയാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ആവർത്തിച്ച് ക്ലാസ്സുകളിലൊക്കെ അത് ചിന്തിച്ചിട്ടുള്ളതാണ്. ഇന്നും പുതിയ നിയമ വിശ്വാസികളുള്ള ബന്ധത്തിലും പുതിയ നിയമ ഉപദേഷ്ടാക്കന്മാരോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെയാണ് വേണ്ടത്. കർത്താവിൽ നിന്ന് പ്രാപിക്കണം. ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കാൻ നമുക്ക് എളുപ്പ വഴികൾ ചിലതൊക്കെ ഉണ്ട് പഠിപ്പിക്കാൻ. കാരണം അനേകർ പഠിപ്പിച്ചതൊക്കെ നെറ്റിനകത്തുണ്ട്, കമൻട്രീസിലുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള പുസ്തകങ്ങളുണ്ട്. അതിൽ നിന്ന് എടുത്ത് അതുപോലെ കൊണ്ടുവന്ന് പഠിപ്പിക്കുക എന്നത് ദൈവം ഉദ്ദേശിക്കുന്നതല്ല. അത് വായിക്കുന്നത് കൊണ്ട് അതൊന്ന് വായിക്കുന്നത് കൊണ്ടോ മനസ്സിലാക്കുന്നത് കൊണ്ടോ ഒരു കുഴപ്പവുമില്ല. പക്ഷേ എവിടെയെങ്കിലും നേരത്തെ കമൻട്രീസ് കിടക്കുന്നത് അല്ലെങ്കിൽ നെറ്റിലുള്ളത് അത് എടുത്തുകൊണ്ട് വന്ന് അതുപോലെ ആ സിറ്റീസ് പ്രസംഗിക്കാൻ അല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ദൈവാത്മാവ് തരുന്ന ആലോചനകൾ പറയണമല്ലോ. ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ്സിന് ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്ന ഉപദേഷ്ടാക്കന്മാരുടെ ശ്രദ്ധയ്ക്കെന്നാണ്. അതുകൊണ്ട് അതൊക്കെ വായിക്കുക, മനസ്സിലാക്കുക, പ്രാർത്ഥിക്കുക. പക്ഷേ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവമുഖത്തേക്ക് നോക്കി വളരെ പ്രാർത്ഥനയോടെ കർത്താവിൽ നിന്ന് പ്രാപിച്ച് അത് പറയണം. അതേ പറയാവൂ എന്ന് മാത്രമല്ല, തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്കറിയാം ദൈവം തരണം സകലവും. നമുക്ക് പറയാനുള്ള വാക്കുകൾ പോലും ഓരോ വാക്കും ദൈവാത്മാവിനാൽ തരുന്നതായിരിക്കണമെന്ന് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിലുണ്ട്. ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന വാക്ക്, വാചകം, ആലോചന, ചിന്ത അത് പ്രസ്താവിക്കുകയാണ്. ഒരു വക്താവിനെ പോലെ അതങ്ങ് നമ്മൾ പറയുന്നു എന്നേ ഉള്ളൂ. ദൈവമാണ് നമ്മളിലൂടെ സംസാരിക്കുന്നത്. അങ്ങനെ വേണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ ശുശ്രൂഷയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ വിശദീകരിക്കാനായിട്ട് പോകുന്നില്ല. 2 വേദഭാഗം ഞാനങ്ങ് പറയുകയാണ്. അതിൽ ഒരു വേദഭാഗം, അതൊരു ചെറിയ വാക്യം വേണ്ടത് ഒന്ന് ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. അത് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യമാണ്. അവിടെ നമ്മൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികൾ ആകുവിൻ എന്നാണ്. പഠിപ്പിക്കുന്ന ഓരോ വ്യക്തിക്കും പറയാൻ കഴിയണം, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയാകണം എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ആള് ക്രിസ്തുവിനെ പൂർണ്ണമായി അനുകരിക്കുന്ന വ്യക്തിയായിരിക്കണം. ക്രിസ്തുവിനെ അനുസരിച്ചുകൊണ്ട് അനുകരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ്. എന്നിട്ട് മറ്റുള്ളവരോട് പറയാൻ കഴിയണം, നിങ്ങൾ എന്നെ പോലെ ആവണം എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്ന വ്യക്തി മാതൃകാ പുരുഷനായിരിക്കണം എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ
കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ റെഫറൻസ് പറയാം. പിന്നീട് നിങ്ങൾ വായിച്ചത് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 1 പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ പിന്നീട് വായിക്കുക. അവിടെ എങ്ങനെയായിരിക്കണം, അവിടെ മൂപ്പന്മാരെങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഓർത്തല്ലോ, മൂപ്പന്മാർ തന്നെയാണ് പാസ്റ്റേഴ്സ്, അവർ തന്നെയാണ് ഉപദേഷ്ടാക്കന്മാർ. അതുകൊണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ മൂപ്പന്മാർ എങ്ങനെ ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉപദേഷ്ടാക്കന്മാർ എങ്ങനെ ആയിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ വളരെ ആത്മാർത്ഥതയോടെ മാതൃകകളായിക്കൊണ്ട്, അത് നിർബന്ധത്താലല്ല, ദുരാഗ്രഹത്തോടല്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആടുകൾക്ക് മാതൃകയായി നിന്നുകൊണ്ട് വേണം അവരെ പരിപാലിക്കുവാൻ, അവരെ പഠിപ്പിക്കുവാൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ, ഇങ്ങനെ ചെയ്താൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതിൻ്റെ ഗൗരവത്തിൽ ആ ശുശ്രൂഷ ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്ന് 1 പത്രോസ് 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അവിടെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ ഇങ്ങനെയുള്ള ഇടയന്മാർക്ക്, ഉപദേഷ്ടാക്കന്മാർക്ക് തേജസ്സിൻ്റെ വാടാത്ത കിരീടം അവർക്ക് സമ്മാനമായി ലഭിക്കും എന്നുള്ളതാണ്. നീതിയുടെ ന്യായാസനത്തിന് മുൻപിൽ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അതിൻ്റെ എല്ലാ ഗൗരവത്തിലും പഠിപ്പിക്കുന്നവർക്ക് മാതൃകയായി നിന്നുകൊണ്ട്, പഠിപ്പിക്കുന്നത് പ്രാവർത്തികമാക്കിക്കൊണ്ട് പഠിപ്പിച്ചെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന സമ്മാനമാണ്, പ്രതിഫലമാണ് തേജസ്സിൻ്റെ വാടാത്ത കിരീടം. ഉപദേഷ്ടാക്കന്മാരായി ദൈവം നിയമിച്ചവര് ഈ പ്രതിഫലം കൂടെ വാങ്ങത്തക്കവണ്ണം കർത്താവ് ധാരാളം കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.